നമസ്കാരം. ജീവിതം എന്നത് ഒരേ രീതിയിൽ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്താലും കാര്യങ്ങൾ സുഖമായി നടക്കുന്നതായി തോന്നും. എന്നാൽ മറ്റു ചില സമയങ്ങളിൽ എത്ര ശ്രമിച്ചാലും മുന്നോട്ട് പോകാൻ കഴിയാത്തതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഈ വ്യത്യാസങ്ങളെല്ലാം യാദൃശ്ചികമല്ല, മറിച്ച് ഗ്രഹങ്ങളുടെ സഞ്ചാരവും നമ്മുടെ കർമ്മഫലത്തിന്റെ പ്രവാഹവും ചേർന്നാണ് ഈ മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ ജ്യോതിഷശാസ്ത്രം നമ്മളോട് പറയുന്നത് ഓരോ കാര്യത്തിനും ഒരു സമയമുണ്ട്. ആ സമയം എത്തിയാൽ മാത്രമേ ഫലം വ്യക്തമായി പ്രകടമാകൂ എന്നതാണ്. ഈ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സമയമാറ്റത്തെക്കുറിച്ചാണ്. മാർച്ച് 21 മുതൽ ശനി ഭഗവാൻ വ്യാഴത്തിന്റെ സ്വന്തം രാശിയായ മീനത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക്, അതും 3-ാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഈ മാറ്റം സാധാരണയായി കാണേണ്ടതല്ല. കാരണം ശനിയുടെ സ്ഥാനം മാറുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഗഹനമായ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഒരു ഘട്ടമായി ജ്യോതിഷത്തിൽ കണക്കാക്കപ്പെടുന്നു. ശനി ഭഗവാൻ കർമ്മഫലത്തിന്റെ അധിപതിയാണ്. നമ്മൾ ചെയ്ത നല്ലതും മോശവും ഒന്നും വിട്ടുപോകാതെ അതിന്റെ യഥാർത്ഥ ഫലം നൽകുന്നവനാണ്. അതുകൊണ്ട് തന്നെ ശനിയുടെ മാറ്റം ചിലർക്ക് വലിയ നേട്ടങ്ങളും ഉയർച്ചകളും നൽകുമ്പോൾ ചിലർക്ക് ജീവിതത്തിൽ ചെറിയ പരീക്ഷണങ്ങളും അനുഭവപ്പെടുത്താം. എന്നാൽ ആ പരീക്ഷണങ്ങൾ പോലും ഒരു ഗുണകരമായ മാറ്റത്തിലേക്കുള്ള വഴിയാണ് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശനി ഭഗവാനെ കുറിച്ച് സമൂഹത്തിൽ പലവിധ ധാരണകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ശനി ഭഗവാൻ നീതിയുടെ പ്രതീകമാണ്. ഒരാൾക്ക് അർഹിക്കുന്നതിൽ കൂടുതലോ കുറവോ ഒന്നും നൽകാതെ കൃത്യമായ ഫലമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ശനിയെ ഭയപ്പെടേണ്ടതില്ല, മറിച്ച് ആദരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ശനി നമ്മളെ പഠിപ്പിക്കുന്നത് സഹനം മാത്രമല്ല, ജീവിതത്തിൽ സ്ഥിരതയോടെ മുന്നോട്ട് പോകാനുള്ള ശക്തിയും കൂടിയാണ്. അതിനോടൊപ്പം തന്നെ അച്ചടക്കവും ഉത്തരവാദിത്വ ബോധവും നൽകുന്ന ഗ്രഹമാണ് ശനി. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന വൈകിപ്പോക്കുകൾ, ശ്രമിച്ചിട്ടും ഫലം ലഭിക്കാത്ത അവസ്ഥകൾ, ഇവയെല്ലാം ശനിയുടെ സ്വാധീനത്തിന്റെ ഭാഗമായിരിക്കും. എന്നാൽ അതിന്റെ പിന്നിൽ ഒരു വലിയ ഗുണഫലം ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം. ശനി നമ്മളെ ഒരേ സമയം പരീക്ഷിക്കുകയും അതിലൂടെ നമ്മളെ കൂടുതൽ ശക്തരാക്കുകയും ചെയ്യുന്നു. അതിനാൽ ശനിയുടെ സമയത്തെ ഒരു ദോഷകാലമായി കണക്കാക്കാതെ ഒരു വളർച്ചയുടെ ഘട്ടമായി കാണാൻ നമ്മൾ പഠിക്കണം. കാരണം ശനി നൽകുന്ന നേട്ടങ്ങൾ ഒരിക്കലും താൽക്കാലികമല്ല, അത് ദീർഘകാലം നിലനിൽക്കുന്ന സ്ഥിരതയുള്ള നേട്ടങ്ങളായിരിക്കും. ഇപ്പോൾ മാർച്ച് 21 ശേഷം മീനത്തിൽ ഉത്രട്ടാതി നക്ഷത്രം, ഇത് ഒരു സാധാരണ ഗ്രഹമാറ്റം മാത്രമല്ല, ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു ഘട്ടമായി കാണേണ്ടതാണ്. കാരണം ഈ മാറ്റം ചിലരുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കുകയും ചിലരുടെ ജീവിതത്തിൽ ഏറെ നാളായി കാത്തിരുന്ന ഫലങ്ങൾ നൽകുകയും ചെയ്യും. ചിലർക്കിത് സാമ്പത്തികമായി വലിയ ഉയർച്ചയായി പ്രകടമാകാം. ചിലർക്കിത് തൊഴിൽ മേഖലയിൽ വലിയ പുരോഗതിയായി കാണാം. ചിലർക്കിത് കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അനുഭവപ്പെടാം. അതുപോലെ ചിലർക്കിത് മനസ്സിൽ ഒരു ആത്മവിശ്വാസവും ആത്മശാന്തിയും നൽകുന്ന ഘട്ടമായിരിക്കും. ഈ മാറ്റം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തമായി പ്രകടമാകുന്നുണ്ടെങ്കിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗുണപരമായ മാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പായി പറയാം. നമുക്ക് ആദ്യം ധനുരാശി നോക്കാം. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം നക്ഷത്രങ്ങളിൽ ജനിച്ച ധനുരാശിക്കാർക്ക് ഈ സമയത്ത് ശനിയുടെ മാറ്റം വളരെ ഗുണകരമായ ഒരു കാലഘട്ടത്തിന്റെ തുടക്കമാണ്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾ, നിങ്ങളെ അലട്ടിയിരുന്ന ചില പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ചില വൈകിപ്പോക്കുകൾ, ഇവയെല്ലാം പതുക്കെ മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ ഏറെ കാലമായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഫലം കാണാൻ തുടങ്ങും. പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലെ നിങ്ങളുടെ പരിശ്രമങ്ങൾ ഇനി മറഞ്ഞു കിടക്കില്ല. അത് പുറത്തു വരികയും അതിന് യോജിച്ച അംഗീകാരം ലഭിക്കുകയും ചെയ്യും. സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പിന്തുണ ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇതുവരെ മന്ദഗതിയിലായിരുന്ന കാര്യങ്ങൾ വീണ്ടും സജീവമാവുകയും മുടങ്ങിയിരുന്ന പദ്ധതികൾ വീണ്ടും മുന്നോട്ട് പോകുന്നതും
നഷ്ടത്തിലായിരുന്ന കാര്യങ്ങൾ പതുക്കെ ലാഭത്തിലേക്ക് മാറുകയും ചെയ്യാനുള്ള സാധ്യതകൾ കാണപ്പെടുന്നു. ഇത് ഒരു വളർച്ചയുടെ ഘട്ടമായി തന്നെ കാണാം. സാമ്പത്തികമായി നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു കാലഘട്ടമാണിത്. വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുകയും ധനസമ്പത്ത് കൂടി വരികയും സാമ്പത്തികമായി ഒരു സ്ഥിരത നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ചെലവുകൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. കുടുംബജീവിതത്തിൽ മുൻപുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടുകയും ബന്ധങ്ങളിൽ ഒരു സൗമ്യതയും സ്നേഹവും വർദ്ധിക്കുകയും സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഇതിലൂടെ മാനസികമായി നിങ്ങൾക്ക് ഒരു ശാന്തതയും സന്തോഷവും ലഭിക്കും. ഈ സമയം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു രണ്ടാം അവസരമായി തന്നെ കാണാം. നിങ്ങൾ ഇതിനകം ചെയ്ത പരിശ്രമങ്ങൾക്ക് ലഭിക്കുന്ന ഫലത്തിന്റെ തുടക്കമാണ് ഇത്. അതിനാൽ ഈ സമയം നിങ്ങൾ ശ്രദ്ധയോടെയും അച്ചടക്കത്തോടെയും ഉപയോഗിച്ചാൽ വളരെ വലിയ നേട്ടങ്ങൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം നക്ഷത്രങ്ങളിൽ ജനിച്ച ചിങ്ങം രാശിക്കാർക്ക് ഈ സമയത്ത് അംഗീകാരവും സ്ഥാനമാനവും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ ഏറെ കാലമായി കാത്തിരുന്ന ഒരു ഉയർച്ച, ഒരു അംഗീകാരം, ഒരു സ്ഥാനക്കയറ്റം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ പരിശ്രമം ഇനി മറഞ്ഞു കിടക്കില്ല. അത് പുറത്തു വരികയും അതിന് യോജിച്ച അംഗീകാരം ലഭിക്കുകയും ചെയ്യും. ജോലി രംഗത്ത് നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. അതിനോടൊപ്പം തന്നെ ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കും. എന്നാൽ ആ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തളർത്താനല്ല, മറിച്ച് ഉയർത്താനാണ് എന്നത് മനസ്സിലാക്കണം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം വളർച്ചയുടെ ഒരു പുതിയ ഘട്ടമായി മാറും. ചെറിയ രീതിയിൽ തുടങ്ങിയ കാര്യങ്ങൾ വലിയ രീതിയിൽ വികസിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി നിങ്ങൾക്ക് ഒരു സ്ഥിരതയും സുരക്ഷിതത്വവും ലഭിക്കും. വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ആരോഗ്യപരമായി ചെറിയ പ്രശ്നങ്ങൾ മാനസികമായി ഒരു ശാന്തതയും സമാധാനവും നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. കുടുംബജീവിതത്തിലും സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പുള്ളതാവുകയും മനസമാധാനം വർദ്ധിക്കുകയും ചെയ്യും. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച മേടരാശിക്കാർക്ക് ഈ സമയം ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയാണ്. നിങ്ങൾ ഏറെക്കാലമായി അനുഭവിച്ചിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പതുക്കെ മാറുകയും ശരീരത്തിലും മനസ്സിലും ഒരു പുതുമയും ഉത്സാഹവും നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഈ മാറ്റം നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ പ്രതിഫലിക്കുകയും പുതിയ പ്രവൃത്തികൾ ആരംഭിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ഏറ്റെടുക്കുന്ന ജോലികൾ കൂടുതൽ ആത്മാർത്ഥതയോടെയും ശ്രദ്ധയോടെയും പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇത് നിങ്ങൾക്ക് അംഗീകാരവും സാമ്പത്തിക നേട്ടവും ഒരുപോലെ നൽകും. സാമ്പത്തികമായി നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ധനം സമ്പാദിക്കാൻ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും സാമ്പത്തികമായി ഒരു സ്ഥിരതയും സുരക്ഷിതത്വവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ശനിയുടെ ദൃഷ്ടി 2ാം ഭാവത്തിലായതിനാൽ ധനസമ്പത്ത് വർദ്ധിക്കുകയും ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യും. ഈ സമയത്ത് നിങ്ങൾ, അതായത് ഈ 3 രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല കർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തതായിരിക്കണം. കാരണം ശനി ഭഗവാൻ കർമ്മഫലത്തിന്റെ അധിപതിയായതിനാൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഫലമായി തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പാവപ്പെട്ടവർക്കും സഹായം ആവശ്യമുള്ളവർക്കും നിങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുക. പ്രത്യേകിച്ച് നായകൾക്കും കാക്കകൾക്കും ഭക്ഷണം നൽകുന്നത് ശനിയുടെ അനുഗ്രഹം നേടാൻ സഹായിക്കുന്ന ഒരു മാർഗമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇതിന് പിന്നിലെ ഒരു പ്രധാന സത്യം കരുണയും ദയയുമാണ്. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ഈശ്വര സൃഷ്ടിയാണ് എന്ന ബോധത്തോടെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അത് നമ്മുടെ കർമ്മത്തെ ശുദ്ധീകരിക്കുകയും ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്, നമ്മൾ ചെയ്യുന്ന നന്മ ഒരിക്കലും നഷ്ടമാകില്ല. അത് പല മടങ്ങായി നമ്മളിലേക്ക് തിരികെ വരും. എന്നാൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ വരണമെന്നില്ല. ദൈവം നിശ്ചയിച്ച സമയത്ത് അത് നമ്മളെ തേടിയെത്തും. അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടാതെ നല്ല പ്രവൃത്തികളോടെയും ഈശ്വര ചിന്തയോടെയും മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ രാശിക്കാർക്ക് മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും
അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.